ഈ പേരിനൊപ്പം ഒരു സിമൻറ്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിക്കട്ടെ. അവളത് പറഞ്ഞു തീർന്നതും ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഫോൺ മുഴക്കി കൊണ്ടുവന്നു. മല്ലിയും റാമും കമ്പാർട്ട്മെൻറ്റുള്ളിലേക്ക് കയറിയിട്ട് സ്ഥിരം നിൽക്കാറുള്ളത് പോലെ വാതിലിൻ്റെ ഇരുവശത്തുമായിട്ട് നിന്നു. മല്ലി അവസാനം പറഞ്ഞ ആ വാചകങ്ങളായിരുന്നു റാമിൻ്റെ മനസ്സ് മുഴുവൻ. ഇടക്കവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സ്വയം ആരാണെന്നുള്ള തിരിച്ചറിവ് മൂലം പറയാതെ വെച്ച ഒരിഷ്ടം അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. ഈ നോവൽ ആരംഭിക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പേരിലാണ്. നോവൽ അവസാനിക്കുമ്പോൾ ചിലർക്കെങ്കിലും അതിങ്ങനെ മാറ്റി എഴുതിയാൽ കൊള്ളാം എന്ന് തോന്നിക്കാണും. റാം കെയർ ഓഫ് മല്ലി.